ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്ത് എങ്ങനെയാണ് നല്ലൊരു എൻട്രി എടുക്കാമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 4 ഹവറും എൻട്രി എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് 15 മിനിറ്റ്സുമാണ്. വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഓർഡർ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വലിയൊരു ബൈ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ സെല്ലി മൂവ്മെൻറ്റോ നടന്ന ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബൈ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ആ ഒരു ബൈ മൂവ്മെൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് സെൽ കാൻഡിൽ. അതേപോലെ ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ ആ ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് നടക്കുന്നതിന് മുമ്പുള്ളൊരു ബൈ ക്യാൻഡിൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്തിന് ആ ഒരു റീപ്രൈസിങ് ടൈമിൽ നമ്മൾ 15 മിനിറ്റ്സ് ഒരു കൺഫർമേഷൻ നോക്കിയ ശേഷം ഒരു എൻട്രി എടുക്കുന്നു. ആ ഒരു എൻട്രി മോഡൽ ജസ്റ്റ് നിങ്ങൾ നല്ല രീതിക്ക് മാർക്കറ്റ് പ്രാക്ടീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മാർക്കറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രി മോഡലിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ 4 ഹവറിൻ്റെ ഒരു ചാർട്ടായിട്ടാണ് ഡ്രോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു മാർക്കറ്റ് സിനറി വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നല്ലൊരു ബൈ മൂവ്മെൻറ്റ് നടന്നൊരു ഏരിയ ഉണ്ടാകും. ആ ഒരു ബൈ മൂവ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു ബൈയിങ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബിയറിഷ് ക്യാൻഡിലായിരിക്കും നമ്മുടെ OB ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതേപോലെ ബിയറിഷ് ആണെങ്കിൽ അതിൻ്റെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. സോ ആ ഒരു OBയിലേക്ക് മാർക്കറ്റ് റീപ്രൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് മൂവ്മെൻറ്റ് നടന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു 4 ഹവറിലെ ഈ ഒരു 4 ഹവറിലെ ലിക്വിഡിറ്റി ഏരിയയെ നമ്മൾ എൻട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 15 മിനിറ്റ്സിലെ ഏരിയ ആണ്. 15 മിനിറ്റ്സിലെ ക്യാൻഡിൽസ് ആണ്. സോ ഇത് ആ ഒരു OB ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ ഒരു പിങ്ക് ബോക്സ് ആ ഒരു 4 ഹവറിൽ OB ആണ്. ഓക്കെ, അപ്പം ഇത് 15 മിനിറ്റ്സിലെ ചാർട്ടുമായിട്ട് കൺസിഡർ ചെയ്യുക. മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു OBയിലേക്ക് റീപ്രൈസ് ചെയ്ത് വന്നതിന് ശേഷം ഫസ്റ്റ് സ്വീപ്പ് നടത്തി. ഒരിക്കലും അവിടെ നിന്ന് എൻട്രി എടുക്കരുത്. അതിനുശേഷം എന്ത് ചെയ്യണം, ആ ഒരു നടത്തിയ സ്വീപ്പിനെ ഒന്നുകൂടെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യണം. മനസ്സിലായി? ആ ഒരു എടുത്ത ലോയിനെ ഒന്നുകൂടെ സ്വീപ്പ് ചെയ്ത ശേഷം ഒരു MSS തരണം മാർക്കറ്റ്. ആ ഒരു MSS തന്ന സമയത്ത് ആ ഒരു MSSന് എന്താണോ ഹെൽപ്പ് ചെയ്തത്, ആ ഒരു ഹെൽപ്പ് ചെയ്ത ആ ഒരു OB ആ ഒരു ബുള്ളിഷ് സിനറിയാണ് ബിയറിഷ് ക്യാൻഡിൽ, അതായിരിക്കും OB. അതാണ് നമ്മൾ എൻട്രി പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. എപ്പോഴാണോ ആ ഒരു OBയിലേക്ക് മാർക്കറ്റ് റീപ്രൈസ് ചെയ്യുന്നത് അവിടെ നമ്മൾ എൻട്രി എടുത്തിട്ട് 1:2 ടാർഗറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മേജർ ലിക്വിഡിറ്റി ഏരിയ എവിടെയാണോ അവിടെ വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സെറ്റായെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്കിനി ചാർട്ടിൽ പോയിട്ട് ലൈവ് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താണ്, 4 ഹവറിലെ ടൈം ഫ്രെയിമാണ്. സോ 4 ഹവറിലെ ടൈം ഫ്രെയിം ഇവിടെ ഞാൻ ഓൾറെഡി ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 4 ഹവറിൽ ഹ്യൂജ് ബൈ നടന്ന ഏരിയ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ സെല്ലിംഗ് നടന്ന ഏരിയ. സോ ഇവിടെ നല്ല രീതിക്ക് തന്നെ മാർക്കറ്റ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും ബൈയിങ് നല്ല രീതിക്ക് തന്നെ അവിടുന്ന് പുഷ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ബൈയിങ് ഏരിയേൻ്റെ ബൈയിങ് സിനേറിയോൻ്റെ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ, അതാണ് OB. സോ അത് നമ്മൾ ഡ്രോ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ എൻട്രി ടൈം ഫ്രെയിം ആയ 15 മിനിറ്റ്സിലോട്ട് നമ്മൾ പോയി. ഓക്കെ, നമ്മൾ 15 മിനിറ്റ്സോട്ട് പോയിട്ട് നമുക്ക് എൻട്രി എടുക്കണമല്ലോ. സോ നമുക്ക് വേണ്ട ആ കൺഫർമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ എന്തൊക്കെ കൺഫർമേഷൻസ് ആണോ അതെല്ലാം നമുക്കിവിടെ വന്നൊന്ന് നോക്കുക. ഇവിടെ നോക്കി കാണാൻ പറ്റും ഫസ്റ്റ് ആ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതൊരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യരുത്, കാരണം ജസ്റ്റ് ഒരു ടാപ്പിൽ നമ്മൾ എടുക്കാൻ നിൽക്കരുത്, അത് എക്സൽ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് വീണ്ടും ആ ഒരു എൻട്രി നമ്മുടെ OB ലെവലിലോട്ട് തിരിച്ചു വന്നു. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു, ആ ഒരു OB ലെവലിലോട്ട് വന്ന ക്യാൻഡിലിന് ഒന്നുകൂടി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു തന്നെ ആ ഒരു ഫസ്റ്റ് സ്വീപ്പ് ചെയ്ത ലോയിനെ ഒന്നുകൂടെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം. സോ ഒന്നുകൂടെ സ്വീപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് വേണം, നല്ലൊരു MSS വേണം. ഇവിടെ നോക്കിയാൽ 2 MSS ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. സോ ഞാൻ എക്സ്റ്റേണൽ എടുക്കുന്നത് കാരണം കുറച്ചുകൂടെ ബെറ്റർ, പ്രോബിലിറ്റി കുറച്ചുകൂടെ കൂടുതലതിനാണ്. സോ ഞാൻ ആ ഒരു എക്സ്റ്റേണൽ MSS കൺസിഡർ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എൻട്രി പോയിന്റ് വേണം. നമ്മൾ അവിടെ ഒരു 4 ഹവറിൽ എന്താണോ ചെയ്തത് അതേ സാധനം ഇവിടെ 15 മിനിറ്റ്സ് ചെയ്യണം. എന്താണ്, ആ ഒരു ബൈ മൂവ്മെൻറ്റ് നടന്നതിൻ്റെ ലാസ്റ്റ് OB നമ്മൾ കൺസിഡർ ചെയ്യണം. അതിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇവിടെ നോക്കി ആ ഒരു MSSന് കാരണമായ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ ഈ ഒരു വോൾ ഈ ഒരു വലിയൊരു ബിയറിഷ് ക്യാൻഡിലാണ്. മനസ്സിലായി? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വോളായിട്ട് മൊത്തമായിട്ടുള്ള ഒരു ക്യാൻഡിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാനിവിടെ അതിൻ്റെ 50% എടുക്കുന്നതാണ്. അത്രയും വലിയൊരു ബിയറിഷ് ക്യാൻഡിലാണ്. സോ മാർക്കറ്റ് അതിൻ്റെ 50 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ നിന്ന് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ എൻട്രി മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു OBയുടെ ഓപ്പണിങ്ങിൽ എൻട്രി വെക്കുന്നു. ആ ഒരു OBയുടെ തൊട്ട് താഴെയായിട്ട് വേണമെങ്കിൽ ഇത്രയുടെ ബ്രീത്തിങ് സ്പേസ് വിട്ടിട്ട് നിങ്ങൾക്ക് വെക്കാം SL, കാരണം ടൈറ്റാക്കി വെക്കണമെന്നില്ലെങ്കിൽ. സോ എൻട്രി TP എവിടെ വരെ വെക്കാൻ പറ്റും, ആ ഒരു ഹൈ വരെ, ഒന്നെങ്കിൽ ആ ഒരു മേജർ ഹൈ വരെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലോട്ട് നല്ല ലിക്വിഡിറ്റി ഇഷ്ടംപോലെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരെ സുഖമായിട്ട് വെക്കാവുന്നതാണ്. ബ്രേക്ക് ചെയ്യുകയും വെച്ചിട്ടോ അങ്ങനെ വെച്ചാൽ എൻട്രി നിങ്ങളുടെ റൺ ചെയ്യുക, നിങ്ങളുടെ റിസ്ക്കിലാണ്. ഓക്കെ, ഏറ്റവും ബെറ്റർ 1:2 3 അല്ലെങ്കിൽ മേജർ ലിക്വിഡിറ്റി ഏരിയ എവിടെയാണോ അവിടുന്ന് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ വേറെ എൻട്രി ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഓൾറെഡി കാണിച്ചു. ഓക്കെ, ഇതൊരു ബൈങ് എൻട്രി തന്നെയാണ്. ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും ആ ഒരു OBക്ക് ശേഷം, ഒരു ബേസ് ക്യാൻഡിലിന് ശേഷമാണ് ആ ഒരു ബൈ മൂവ്മെൻറ്റ് മുകളിലോട്ട് നടന്നത്. സോ ആ ഒരു OB നമ്മൾ എടുത്തു. ഇനി നമുക്ക് എന്ത് വേണം, 15 മിനിറ്റ്സിലെ ലെവൽസ് വേണം, നമ്മുടെ കൺഫർമേഷൻസ് വേണം. ഓക്കെ, ഇവിടെ ആ ഒരു ഹ്യൂജ് ബൈ നടന്ന ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ലെവൽസിനെ കാണാൻ പറ്റും. പക്ഷേ ഇതിലൊക്കെ നമ്മുടെ കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രമേ എൻട്രിയിലൊക്കെ പോകാറുള്ളൂ. ജസ്റ്റ് അവിടെ ഒരു OB ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എൻട്രി ഡയറക്റ്റ് ആയിട്ട് എടുക്കരുത്. ഇവിടെ 15 മിനിറ്റ്സിലൂടെ സ്വിച്ച് ചെയ്തതിന് ശേഷം നോക്കും നമുക്ക് എന്തൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഇവിടെ ഉണ്ട്. ഓൾറെഡി ആ ഒരു സ്വീപ്പ് ചെയ്ത ലോയിനെ ഒന്നുകൂടെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. അതൊരു വെയിറ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ വേറെ MSS ചെറുതുണ്ട്, പക്ഷേ നമ്മൾ എടുക്കരുത്. എന്താണ്, നമുക്ക് വേണ്ട കൺഫർമേഷൻ ഇതാണ്.
സോ ഒന്നുകൂടെ സ്വീപ്പ് ചെയ്തു. ഇനി എന്ത് വേണം? ഒരു MSS വേണം. ഇവിടെ നോക്കി അവിടെ ഒരു MSS സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ട്. സോ നമുക്ക് വേണ്ടതൊക്കെ കിട്ടി. ആ ഒരു ലിക്വിഡ് സ്വീപ്പ് OB സ്വീപ്പ് കിട്ടി, അതിന് ശേഷമുള്ള ലിക്വിഡ് സ്വീപ്പ് കിട്ടി, അതിന് ശേഷമുള്ള MSSും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി പോയിൻ്റ് എവിടെയാണെന്ന് നോക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു വലിയ മൂവ്മെൻറ്റിന് കാരണമായ MSS കാരണമായ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ ഏതാണ്? ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ. സോ അത് നമ്മൾ എടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? എൻട്രി പോയിൻ്റ് എവിടെ വെക്കുക? ആ ഒരു OBൻ്റെ തൊട്ട് ഓപ്പണിങ് തന്നെ എൻട്രി വെക്കുക. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നതൊക്കെ ആ ഒരു ബിയറിഷ് ക്യാൻഡിൽ. ഓക്കെ, ആ ബിയറിഷ് ക്യാൻഡിൽ വലിയ ക്യാൻഡിലാണ്. ഓക്കെ, അതിൻ്റെ ഓപ്പണിങ് തന്നെ എൻട്രി വെക്കുക. പക്ഷേ മാർക്കറ്റ് ജസ്റ്റ് ടാപ്പ് ചെയ്തെന്ന് വെച്ചാൽ ടാപ്പ് ചെയ്തു, പക്ഷേ ഇല്ല വെച്ചില്ല. ചിലപ്പം നിങ്ങളുടെ ബ്രോക്കർ ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. ചെറിയൊരു പ്രൈസ് വ്യത്യാസം ഓരോ ചാർട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അത് നോക്കേണ്ട, ഓരോന്ന് ചാർട്ടിൻ്റെ ഇതാണ്. ഓക്കെ, ഞാൻ ആ ഒരു എൻട്രി പോയിന്റ് വെച്ച് ആ OBക്ക് ഓപ്പണിംഗ് എൻട്രി പോയിന്റ് വെച്ചു. സ്റ്റോപ്പ് ലോസ് അവിടെ കീപ്പ് ചെയ്ത് ആ ഒരു OBക്ക് താഴെ വെച്ചു. ഇവിടെ വേറെ ചെറിയ ക്യാൻഡിലും കൂടി ഉണ്ട്. അതെന്താണെന്ന് എടുക്കാൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴെ വെക്കുക, ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന നിലയ്ക്ക്. പക്ഷേ കാരണം അതൊരു ക്യാൻഡിലാണോ എന്ന് ചോദിച്ചാൽ ക്യാൻഡിൽ അല്ല എന്ന് പറയാം, അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. സോ അത് നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ച് സേഫ് ആക്കണമെങ്കിൽ വേണമെങ്കിൽ അവിടെ വെക്കാം. റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആ ഒരു ബിയറിഷ് OBയുടെ അവിടെ തന്നെ വെച്ചാൽ മതി. ടാർഗറ്റ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് നെക്സ്റ്റ് മേജർ ലിക്വിഡ് ഏരിയയിലേക്കോ അല്ലെങ്കിൽ 1:2 3 വെച്ച് നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു OB മെത്തേഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാവുന്നതാണ്. ഇത് ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ പോയി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിക്ക് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. കാരണം ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കിൻ്റെ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് വെച്ച് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. സോ നല്ല രീതിക്ക് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് എത്തിയതിന് ശേഷം നിങ്ങളുടേതായ രീതി ചെയ്യുക. എൻ്റെ രീതിക്കല്ല, ഞാൻ പറഞ്ഞ രീതിക്കല്ല, നിങ്ങളുടേതായ രീതിക്ക് മാത്രം ഇത് ചാർട്ടിൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ. ഇതുപോലത്തെ വീഡിയോസിന് ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു വീഡിയോ മിസ്സാകാണ്ടിരിക്കാൻ സേവ് ചെയ്ത് വെച്ചേക്കുക. സോ വീണ്ടും കാണുന്നവരെ ബൈ.